നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ വന്ന് കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്, സുവർണലിപികൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് ഗുണകരമായിട്ട് വരും. ശബ്ദങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. നോക്കൂ, ഈ നമ്മൾ കേരളത്തിലെ ഈ ഒരു വിവിധ സോഷ്യൽ സെഗ്മെൻറ്റുകളിൽ കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. വലിയ പ്രകാശ ഗോപുരങ്ങളാണ്. അത്തരം ആളുകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക്, പുതിയ തലമുറയിൽ രാഷ്ട്രീയക്കാർ നിലയ്ക്ക് അവരെ കാണുക, അതെ, അവർ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി സന്തോഷിക്കണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിൻ്റെ, സാമൂഹിക സമരസതയുടെയൊക്കെ ഒരു സന്ദേശം പുറം ലോകത്തേക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മുടെ നാടിന് എന്തുകൊണ്ടും ഗുണമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മതേതരത്വത്തിന് വേണ്ടി അണിനിരക്കണമെന്ന സന്ദേശമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സന്തുഷ്ടരായിട്ടാണ് ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായിട്ടുള്ള അഭിപ്രായം.